കുട്ടികൾക്ക് പഠനം ഒരു ഭാരമാവുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ അവരോട് പഠിക്കാൻ പറയുന്ന സമയത്ത് അവരോട് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരോട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനം ഒരു ഫണ്ണില്ലാത്ത ആക്ടിവിറ്റി ആയിരിക്കും. കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫണ്ണായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ ഫണ്ണ് ഇൻവോൾവ് ആവുക എന്നുള്ളതായിരിക്കും. പഠനത്തിലും ഈ ഒരു ഫൺ എലമെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പഠനം കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമുക്ക് സാധിക്കും. 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠനം എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് അതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മാറുക. ഇപ്പം മാത്സ്, സയൻസ്, അതല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, എല്ലാ സബ്ജക്റ്റുകളും ക്രിയേറ്റീവായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം സയൻസ് റിലേറ്റ് ചെയ്തിട്ട് സയൻസ് എക്സിബിഷൻസ്, അതല്ലെങ്കിൽ മ്യൂസിയം ഒക്കെ പോലെയുള്ള സ്ഥലങ്ങൾ അവരെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഹിസ്റ്റോറിക് പ്ലേസസ് അവരുമായിട്ട് സന്ദർശിക്കുക. അപ്പം മാത്സ് ആണെങ്കിലും ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. അവർക്ക് സബ്ജക്റ്റുകളോടൊരു മടുപ്പില്ലാതെ ഫണ്ണായിട്ട് പഠിക്കാനുള്ള ഒരു എലമെന്റ് അവരെ അതിൽ കാണുകയും ചെയ്യും.